പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 8-ാം ദിനം. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്നാണ്. ആത്മീയതയുടെ പേര് പറഞ്ഞ് അന്ധരായ വാച്ച് നിർമ്മാതാക്കൾ നടവഴികളിൽ നിറയുകയാണ്. ജോൺ മിൽട്ടൺ അന്ധരായ മാർഗനിർദ്ദേശകരെ ദ ബ്ലൈൻഡ് മൗത്ത്സ് എന്ന് വിളിച്ചു. അവരുടെ വായ തുറന്നിരിക്കുന്നു, എന്നാൽ അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നു. അവർ നിരന്തരം പ്രഘോഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ അവർ കാണേണ്ടതൊന്നും കാണുന്നുമില്ല, എത്തേണ്ടിടത്ത് എത്തുന്നുമില്ല. ഇനി മറ്റുള്ളവർ എത്തേണ്ടിടത്ത് എത്തുന്നതിന് തടസ്സം പോലെ അവർ നിൽക്കുകയും ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നാണ് കപടഭക്തിക്കാരെ വിളിച്ചത്. ക്രിസ്തു അന്ധരായ മാർഗനിർദ്ദേശികളെക്കുറിച്ച് പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. ഖലീൽ ജിബ്രാൻ ആത്മീയതയില്ലാത്ത ആത്മീയ നേതാക്കളെക്കുറിച്ച് ഇങ്ങനെ എഴുതി: വഴിയോരങ്ങളിൽ കണ്ണട വിൽക്കുന്ന അന്ധന്മാരെയും ഊന്നുവടി വിൽക്കുന്ന മുടന്തന്മാരെയും നിങ്ങൾ കാണും, പക്ഷേ നിങ്ങൾ അവരെ പിന്തുടരരുത്. ജീവിതം സന്ദേശമാക്കിയവരെ മാത്രം അനുഗമിക്കുക. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ വായ മാത്രം തുറന്നിരിക്കുന്നവരാണോ നാം എന്നത് ആത്മാർത്ഥമായി ചിന്തിക്കുക. കാണേണ്ടതൊന്നും കാണാതെയും തിരുത്തേണ്ടതൊന്നും തിരുത്താതെയും നിരന്തരം പ്രഘോഷണങ്ങൾ നടത്തുന്ന ഒരു കാലമായി നോമ്പുകാലം അധപ്പതിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതം സന്ദേശമാക്കിയവർക്ക് മാത്രമേ മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് വഴികാട്ടുവാൻ സാധിക്കുകയുള്ളൂ. താൻ കേട്ടിട്ടുള്ള ഏറ്റവും പ്രചോദനാത്മകമായ വചനപ്രഘോഷണം മദർ തെരേസയുടെ ജീവിതമാണ് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തി. നമ്മുടെ ആത്മീയത എങ്ങനെയിരിക്കുന്നു? നമ്മളും അന്ധരായ വാച്ച് നിർമ്മാതാക്കളായി മാറിപ്പോയിട്ടുണ്ടോ? വായ മാത്രം തുറന്നിരിക്കുന്ന, കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന അന്ധരായ വഴികാട്ടികളായി നാം തീർന്നിട്ടുണ്ടോ? ഈ നോമ്പുകാലം നമ്മുടെ വ്യക്തിജീവിതങ്ങളെ കൂടുതൽ ആഴത്തിൽ ശോധന ചെയ്യുന്നതിനും വായ മാത്രം തുറന്നിരിക്കുന്നവരായിട്ടല്ല, കണ്ണും തുറന്നിരിക്കുന്നവരായി സൂക്ഷ്മതയോടെ ജ്ഞാനികളായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.